പോലീസ് ഒന്ന് വേഗം മാറ്റാ എന്നതാടാ തോട്ടത്തിനകത്ത് പണി? ബിസിനസ് മാനേജ്മെന്റിന്റെ കൂടെ റബ്ബർ ടാപ്പിംഗും പഠിപ്പിക്കുന്നുണ്ടോ ബാംഗ്ലൂരില്? അകത്താരാടാ? ഡെന്നീസാ. ഏത് ഡെന്നിസ്? അത് നമ്മുടെ ഉമ്മച്ചായന്റെ അനിയൻ. ഓ, പ്ലാന്റർ ചാക്കോച്ചന്റെ ഇളയ മോൻ. അകത്ത് പഠനം വല്ലോ നടക്കുവാന്നോ? എന്ന് വെച്ചാ വല്ല പ്രൈവറ്റ് ട്യൂഷൻ എന്തെങ്കിലും? മര്യാദയ്ക്ക് അവനോട് പുറത്തോട്ടിറങ്ങി വരാൻ പറ. അവനായിട്ട് വാതിൽ തുറന്നു വന്ന അവന് കൊള്ളാം. എന്നെ കൊണ്ട് തുറപ്പിക്കരുന്ന് പറ. ഡെന്നീസേ, ഡെന്നീസേ വാതിൽ ഓർക്കടാ. എടാ വാതിൽ ഓർക്ക്. സാറൊന്ന് പുറത്തോട്ടിറങ്ങണം. നന്നായിട്ടൊന്ന് കാണട്ടെ. പോട്ടെ സാറേ, പിള്ളേരല്ലയോ. എന്നെ കയറി പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ. ഇനി സാറിന്റെ കാര്യം. പൗലോച്ചാ, എല്ലാത്തിനെയും വണ്ടിയിലോട്ട് കയറ്റിക്കോ. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. സോളമൻ സാറുണ്ടോ? പൗലോച്ചാ, മണി ഇപ്പൊ 5:30 കോടതി പിരിഞ്ഞു കാണും. ഈ പിള്ളേരെ ആ മജിസ്ട്രേറ്റിന്റെ വീട് വരെ എത്തിക്കണമല്ലോ. പക്ഷേ ഈ ഉമ്മച്ചന്റെ അനിയനെ പോലീസ് ജീപ്പി കയറ്റി ടൗണിൽ കൂടെ കൊണ്ടുപോവാന്ന് വെച്ചാ ഉമ്മച്ചൻ എത്തിയല്ലോ. എന്നാ പിന്നെ ഉമ്മച്ചനൊരു കാര്യം ചെയ്യും, ഞങ്ങള് ബാക്കിയുള്ളവന്മാരെ കൊണ്ട് ജീപ്പി പോയിക്കോളാം. താൻ അവനെ കൊണ്ട് കാറിലങ്ങ് എത്തിയേച്ചാ മതി. അറിയാലോ മജിസ്ട്രേറ്റ്, നമ്മുടെ പപ്പനാ നമ്പീഷൻ. പറത്തി വിട്ടേക്കല്ലേ ഉമ്മച്ച, എന്റെ തൊപ്പി തെറിക്കുന്ന കാര്യമാ. സാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. അടുത്ത ഇലക്ഷൻ എന്റെ സീറ്റ് ഏതാണ്ട് ഉറപ്പായതാ. ഈ സമയത്ത് ഇങ്ങനെ ഒരു നാണക്കേടുണ്ടായിപ്പോയാ സഹായിക്കണം. നമുക്കകത്തിരുന്ന് സംസാരിക്കാം. താൻ മാത്രം ഈ വക അലങ്കാരങ്ങളൊന്നും വേണ്ട. സാർ പറ, ഞാൻ എന്ത് ചെയ്യണം? സാറിന്റെ പ്രൊമോഷന്റെ കാര്യത്തിന് വേണമെങ്കിൽ ഞാൻ നേരിട്ട് തിരുവനന്തപുരത്തിന് പോവാം. പിന്നെ സ്ഥലം മാറ്റം ഉമ്മച്ചൻ വിചാരിച്ച നടക്കാത്ത കാര്യങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ആർക്ക് വേണോടോ ഉമ്മച്ച? തോളയിൽ ഒരു സ്റ്റാർ അധികം കയറിയിട്ട് ഇപ്പൊ ആർക്കാ ഗുണം? പിന്നെ സ്ഥലം മാറ്റം അങ്ങ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെ നമുക്കെല്ലാം ഒരുപോലാണോ? തനിക്ക് കേസ് ഒഴിവാക്കണോ പറ. പക്ഷെ അതിനിതൊന്നും പോരാ. ഈടോ, ഞാൻ ഈ കാര്യത്തിൽ ഒരു ഹരിചന്ദ്രനൊന്നും അല്ലെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് തനിക്കറിയാം. സംഗതി അഴിമതി തന്നെ. ഉമ്മച്ചന്റെ മാനത്തിന് ഞാനിടുന്നൊരു വിലയാന്ന് വെച്ചോ, 5 ലക്ഷം രൂപ കിട്ടണം. സോളമൻ സാർ ഒരു കാര്യം മനസ്സിലാക്കണം. അടുത്ത ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാനിവിടുത്തെ MLA, ഒത്ത ഒരു മന്ത്രിയും. ഇന്ന് എന്നെ ഒന്ന് സഹായിച്ചാ അതിന്റെ ഗുണം സാറിന് അന്ന് കിട്ടും. കള ഉമ്മച്ച, അത് താൻ MLA മന്ത്രിയൊക്കെ ആയിട്ടല്ലേ? മലർപ്പൊടിയും തലയെ വെച്ചോണ്ട് ഒരുപാട് സ്വപ്നം കാണല്ലേ ഉമ്മച്ച? താൻ കാശപ്പ് എത്തിക്കുന്നു പറ. അപ്പൊ കാശ് കിട്ടാതെ കേസ് ഒഴിവാക്കത്തില്ല എന്ന് സാർ തീരുമാനിച്ചു. അതവൻ 5 പരക്കിലെ റബ്ബർ തോട്ടത്തിലുണ്ടെന്ന് വിവരം കിട്ടിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതല്ലേ. ശരി, കാശ് ഇന്ന് ഞാൻ കൊണ്ടുതരും. മാനം കാക്കാന്നുള്ളത് എന്റെ ആവശ്യമാണല്ലോ. പക്ഷേ 5 എന്നുള്ളൊന്ന് കുറയ്ക്കണം. ഒരു 3 ലക്ഷം ഞാൻ തരും. 3 ലക്ഷം മതി. കാശ് താൻ കോട്ടത്തിലെത്തിക്കേ, ഞാൻ അവിടെ കാണാം. വാ ഉമ്മച്ചൻ ഇരിക്ക്. ഒരെണ്ണം ഒഴിക്കട്ടോ ഉമ്മച്ചന്? വേണ്ട. അതെന്നാടോ, താൻ കഴിക്കത്തില്ലയോ? അതുകൊണ്ടല്ല, ഇപ്പൊ വേണ്ട. തനിക്ക് എന്നതാ ഒരു പരവേശം? ഓഹോ, ആദ്യമായിട്ട് ഒരാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിന്റെ ആയിരിക്കും. കൊടുത്തും പഠിക്കണം ഉമ്മച്ച. വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്, അത്രേ ഉള്ളൂ. താൻ കഴിക്കടോ.
താനിത്തിരി ടെൻഷനില്ല. ആ അത് കള, കാര്യങ്ങൾ കേൾക്കട്ടെ. ക്യാഷ് ഇതിലുണ്ട്. ഡെന്നീസിനെയും പിള്ളേർ എപ്പോൾ വിടുന്നു പറ. അതിന് ഇവിടുന്ന് ഒരു ഫോൺ വിളിയുടെ കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊന്ന് ഉറപ്പിക്കണമല്ലോ. കാശേ എണ്ണി നോക്കാം, എന്നിട്ട് വിട്ടാൽ മതി. കള്ളനോട്ടൊന്നും അല്ലല്ലോ മച്ച. കടുവായെ കിടുവ പിടിച്ചെന്ന് നാളെ നാട്ടുകാരെ കൊണ്ട് പറയിക്കരുത്. വിജിലൻസുകാരെപ്പോ എത്തുമെന്നാവും മച്ചാ പറഞ്ഞേക്കുന്നേ. വിജിലൻസ് ഏത്? സോളമൻ, എന്താണ് ഇത്? കാർത്തികൻ സാറേ, മാനം മര്യാദയ്ക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സമ്മതിക്കല. ഇവന്റെ അനിയനൊരു പോക്കൃത്തരം ചെയ്യാൻ ഞാൻ ഇവിടെ ചകത്താക്കിയതാ. എന്നിട്ടിപ്പോ കൈക്കൂലിയും കൊണ്ട് വന്നിരിക്കുന്നു റാസ്കൽ. ഇവനൊക്കെ കാല് നീട്ടി കൊടുത്താൽ നക്കുന്നവരും കാണുമായിരിക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. എന്ന് വെച്ച് കാക്കിയിട്ടിരിക്കുന്നവരെല്ലാരും ഇത്രക്കാരാണെന്ന് വിചാരിക്കുന്നത് നിന്നൊക്കെ ഉണ്ടല്ലോ. ആ പോലത്തെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. താൻ ഉടനെ ജീപ്പ് എടുത്ത് ക്വാർട്ടേഴ്സിലേക്ക് വാ. എനിക്ക് ഉമ്മച്ചനോട് വിരോധമൊന്നുമില്ല. ഉമ്മച്ചൻ എന്നോടും ഉണ്ടാവരുത്. ഇനി ഇതുകൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ നാളെ ഒന്നുകൂടെ ഇറങ്ങണമെന്ന് തോന്നുവാണേ അറിയിച്ചാ മതി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഉമ്മച്ചൻ ചെല്ല്. പോടാ.
ചാണ്ടിക്കുഞ്ഞെ ഓ കുറച്ച് കഴിഞ്ഞ് നഴിച്ച് കിടത്തിയേക്ക്. സർ. വെളുപ്പിനെ ഞാൻ വരാം. സർ. രാവിലെ എവിടെന്നെങ്കിലും തപ്പിയെടുത്ത് അറസ്റ്റ് ചെയ്തേ വരാവൂ. ഓ സർ. പൗലോസിനോട് ഞാൻ പറഞ്ഞേക്കാം. സർ. എന്നാടോ താൻ വേറെ ആരും വിളിക്കണ്ട, ഞാൻ എന്താ വരുന്നു. ആ സാറ് പോയതിൻ്റെ പുറകെ ഞാനും മരിച്ച് താഴെ കിടത്തിയായിരുന്നു. അപ്പോഴേ എനിക്കൊരു പന്തികേട് തോന്നിയതാ. നോക്കിയപ്പോൾ ശ്വാസമില്ല. അതാ ഞാൻ ഉടനെ സാറിനെ വിളിച്ചത്. ചാണ്ടിക്കുഞ്ഞെ, സാർ. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തൂങ്ങാൻ നോക്കണം. മനസ്സിലായോ? എടോ, ഈ ചെറുക്കനെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. ഈ രാത്രി താൻ അവനെ കണ്ടിട്ടുമില്ല. എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നമ്മൾ അവനെ അന്വേഷിക്കുന്നു. അവൻ ഒളിവിൽ. അത്രേ ഉള്ളൂ. ബോഡി നമ്മൾ എന്ത് ചെയ്യും സാർ? വഴിയുണ്ടോ? താൻ എന്റെ കൂടെ നിന്നാ മതി. നമ്മൾ രണ്ടാളും അല്ലാതെ ലോകത്തൊരു കുഞ്ഞും ഇതറിയാൻ പോകുന്നില്ല, അറിയാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായോ? വഴിന്ന് മാറോ. എന്നതാ മച്ചാ പ്രശ്നം? ഇന്നലെ രാത്രി ഇയാൾ കസ്റ്റഡിയിലെടുത്ത എന്റെ അനിയനെ എനിക്ക് വിട്ടുകിട്ടണം. അല്ലെങ്കിൽ താൻ അവനെ കോടതിയിൽ ഹാജരാക്കണം. ജാമ്യം ഞാൻ എടുത്തോളാം. ഓ, അത്രേ ഉള്ളു കാര്യം. അവനെ തന്നെ ആടോ ഉമ്മച്ച എനിക്കും കിട്ടേണ്ടത്. അവൻ ഒന്നാം പ്രതിയും അവന്റെ കൂട്ടുകാരായ മറ്റു 4 റൗഡികൾ കൂട്ടുപ്രതികളുമായിട്ട് ഈ സ്റ്റേഷനിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും കേസല്ല, മർഡർ അറ്റംപ്റ്റ്, വധശ്രമം. അതും സ്ഥലം സബ് ഇൻസ്പെക്ടറെ, അതായത് എന്നെ. അതിനുശേഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ റാസ്കൽസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളും. അവനെ ഞാൻ പൊക്കും. ക്രിമിനൽ കേസ് പ്രതികളെ ഒളിപ്പിച്ചു എന്ന കുറ്റത്തിന് തന്നെ ഞാൻ അകത്താക്കും. കാണണോ അതെനിക്ക്? സോളമ, എന്റെ അനിയന്റെ ജീവൻ കൊണ്ട് താൻ നാടൻ കളിക്കില്ലേ? താൻ ഇന്നലെ രാത്രി അവനെ കസ്റ്റഡിയിലെടുക്കുന്ന അവർ കണ്ടിട്ടുണ്ട്, അവന്റെ കൂട്ടുകാർ. സത്യം പറ സോളമ, താൻ അവനെ എന്ത് ചെയ്തു? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അതോ കൊന്നു? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അവനെ താൻ ഇനി ഏത് പാതാളത്ത് കൊണ്ടുപോയി സൂക്ഷിച്ചാലും ഞങ്ങൾ കണ്ടുപിടിച്ചോളും.
തൽക്കാലം താൻ പോ. എല്ലാവരും പിരിഞ്ഞു പോണം. സ്റ്റേഷന് മുമ്പിൽ കൂട്ടം കൊണ്ട് നിൽക്കരുത്. പോണം. സോളമ, ഡെന്നീസിനെ കിട്ടിയില്ലെങ്കിൽ ABS കോർപ്പറേഷൻ കൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും കയറി ഇറങ്ങാനൊന്നും ഉമ്മച്ച നിൽക്കത്തില്ല. ഞാനൊന്ന് കൈ പൊക്കിയാണ്ടല്ലോ, ഈ കാണുന്ന ജനം തന്നെ കൊണ്ട് പറയിച്ചോളും ഡെന്നീസ് എവിടെയുണ്ടെന്ന്. അടിച്ചിറക്കണോ എല്ലാത്തിനും? ബഹുജന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഒരു പരമ്പരാഗത ഒത്തുതീർപ്പ് ഫോർമുല. ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ വകുപ്പുതല അന്വേഷണത്തിൽ പ്രഥമദൃഷ്ട്യാ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റാൻ ഉത്തരവാകുന്നു.